അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഫ്ളലുസ് സ്വലാത്തി വ അത്തമ്മു തസ്ലീം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുർആനിലെ 97ാമത്തെ സൂറത്തായിട്ടുള്ള സൂറത്തുൽ ഖദർ ആണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. സൂറത്തുൽ ഖദർ മക്കയിൽ അവതരിച്ചിട്ടുള്ള 5ഓളം ആയത്തുകളുള്ള മനോഹരമായിട്ടുള്ള സൂറത്താണ് സൂറത്തുൽ ഖദർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായിട്ടുള്ള അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു. ബിസ്മിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ മുൻകഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ബിസ്മിയുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഒന്നും കടക്കുന്നില്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. നിശ്ചയമായും നാം, അള്ളാഹു പറയുകയാണ്, നിശ്ചയമായും നാം ഖുർആനിനെ ലൈലത്തുൽ ഖദറിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ലൈലത്തുൽ ഖദർ? അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖുർആനിലുള്ള ആയത്തുകള്, സൂറത്തുകള് കൃത്യമായിട്ടുള്ള അവതരണ പശ്ചാത്തലത്തില് സബബുൻ നുസൂലില് ആയിരിക്കും ഇറങ്ങുക. ഓരോ ആയത്തുകളും ഇറങ്ങാൻ പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. സമൂഹത്തിൽ നടന്ന എന്തെങ്കിലും സംഭവങ്ങൾക്ക് പിറകിലായിട്ടോ അല്ലെങ്കിൽ സ്വഹാബികൾ ചോദിച്ച എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് മറുപടി ആയിട്ടോ ഒക്കെ ആയിരിക്കും സൂറത്തുകള്, ആയത്തുകള് അവതരിക്കുക. അത്തരം മനോഹരമായിട്ടുള്ള ഒരു സബബുൻ നുസൂല് ഈ സൂറത്തുൽ ഖദറിനും ഉണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാർക്ക്, സ്വഹാബികൾക്ക് ഒരു മുൻകാലത്ത് കഴിഞ്ഞു പോയ ഒരു സംഭവം വിശദീകരിച്ചു കൊടുക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുൻകാലത്ത് ബനു ഇസ്രായേലിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യൻ 1000 വർഷത്തോളം ഈ ഭൂമിയിൽ ജീവിച്ചു. ആ 1000 വർഷം മുഴുവനും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തെടുത്ത് അദ്ദേഹം ജീവിച്ചു. പകൽ സമയം മുഴുവനും ജിഹാദിലായിട്ടും രാത്രി സമയം മുഴുവനും നിസ്കാരത്തിലും ബാക്കിയുള്ള ഇബാദത്തിലും ഒക്കെ ആയിട്ട് അദ്ദേഹം ജീവിച്ചു തീർത്തു. ഇത് കേട്ട സ്വഹാബികൾക്ക് ആകെ വിഷമമായി. ഞങ്ങൾക്കൊന്നും 1000 കൊല്ലം ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിഷമത്തിലായി. പിന്നെ അവർ പെട്ടെന്ന് വാനലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സ്വഹാബികളെ, നിങ്ങളുടെ അനുചരന്മാരെ വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവിനെ അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നവർ പറയുകയാണ്. എന്നിട്ട് ഓതിക്കൊടുത്തു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ലൈലത്തുൽ ഖദർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പണ്ഡിതന്മാർ പറയുന്നത്, ലൈലത്തുൽ ഖദർ എന്നുള്ളത് ഖദർ, ഷറഫ്, അതായത് മഹത്വമുള്ള രാത്രി എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. അതല്ല, ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ വിധി നിർണയത്തിന്റെ രാത്രി, അതായത് മനുഷ്യന്റെ അജല്, മനുഷ്യന്റെ റിസ്ക്, മനുഷ്യന്റെ ജീവിതം, അതുപോലെ അവന്റെ ജീവിതോപാധി അതൊക്കെ നിർണയിക്കപ്പെടുന്ന ഒരു രാവാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. പിന്നെ മറ്റൊരു ചർച്ച ഈ ഒരു ആയത്തിൽ നടക്കുന്നത്, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ രാത്രി ഇറക്കി, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ പകലിൽ ഇറക്കിയില്ല എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, ലൈല് അതായത് രാത്രി എന്നുള്ളത് ഹുദൂ സക്കീനത്ത്, ശാന്തി സമാധാനം ഒക്കെയുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാർ സ്വന്തത്തെ പറ്റിയിട്ട് വിചിന്തനം നടത്തുന്ന മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് രാത്രി എന്നത്. പകല് എന്നുള്ളത് മനുഷ്യൻ മൈഷത്തിന് വേണ്ടിയിട്ട്, ജീവിതോപാധിക്ക് വേണ്ടിയിട്ട് ഓടി നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിനെ അവതരിപ്പിക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം അത് രാത്രി തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമുക്കറിയാം, ഖുർആനില് രാത്രി സമയത്ത് ഇബാദത്ത് എടുക്കുന്ന മനുഷ്യന്മാരെ പറ്റിയിട്ട് നന്നായിട്ട് മദ്ഹ് ചെയ്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തു ദാരിയാത്തിൽ നോക്കിയാൽ കാണാം, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. ശേഷം മുത്തഖീങ്ങളെ വിശദീകരിച്ചു കൊണ്ട് പറയുന്ന ഒരു ആയത്താണ്. ശേഷമുള്ള ആയത്തിൽ വരുന്നുണ്ട്, കാനു ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അവർ രാത്രി സമയത്ത് കുറഞ്ഞ സമയം മാത്രം ഉറങ്ങുന്നവരാണ്, ബാക്കിയുള്ള സമയം മുഴുവൻ അവർ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഇബാദത്ത് എടുക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ട്. അതായത് രാത്രി സമയത്തിലെ ഇബാദത്ത് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള മധുരമുള്ള കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് ആവാഹിക്കാൻ വേണ്ടി, അതിനുള്ള തൗഫീഖ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലതിനില്ലാത്ത ഫളീലത്ത്, ചിലതിനില്ലാത്ത ശ്രേഷ്ഠത ചിലതിന് നൽകുന്നുണ്ട്. ഉദാഹരണത്തിന്, ബാക്കിയുള്ള ദിവസങ്ങൾക്കൊന്നും ഇല്ലാത്ത ഫളീലത്ത്, ശ്രേഷ്ഠത അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളിയാഴ്ച ദിവസത്തിന് നൽകുന്നുണ്ട്.
ബാക്കിയുള്ള മാസങ്ങൾക്കൊന്നും ഇല്ലാത്തൊരു മഹത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ബാക്കിയുള്ള മാസങ്ങൾക്കില്ലാത്ത ഫളീലത്ത് റമളാൻ മാസത്തിന് നൽകുന്നുണ്ട്. ബാക്കിയുള്ള മനുഷ്യന്മാർക്കൊന്നും ഇല്ലാത്തൊരു ഫളീലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുന്നുണ്ട്. ബാക്കിയുള്ള മലായിക്കത്തിനൊന്നും ഇല്ലാത്തൊരു ഫളീലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള രാവുകൾക്കൊന്നും ഇല്ലാത്തൊരു ശ്രേഷ്ഠത അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദറിന് നൽകുന്നുണ്ട്. അതൊരു അള്ളാഹുവിന്റെ ഇസ്തിഫ ആണ്, അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പാണ്. അതാണ് അതിന്റെ ശ്രേഷ്ഠത. എന്ത് തന്നെ ആയാലും ലൈലത്തുൽ ഖദർ എന്നുള്ളത് മുബാറക്കായിട്ടുള്ള രാത്രി, ഭയങ്കര മഹത്വമേറിയ മുബാറക്കായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള രാത്രിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. കാരണം സൂറത്ത് ദുഹാനിൽ ഒരു ആയത്തുണ്ട്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തി മുബാറക, നിശ്ചയമായും ഖുർആനിനെ നാം മുബാറക്കായിട്ടുള്ള രാത്രിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് ലൈലത്തുൽ ഖദർ എന്നുള്ളത് ലൈലത്ത് മുബാറക, ഭയങ്കര പരിശുദ്ധമായിട്ടുള്ള രാത്രിയാണ് എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും തന്റെ ഉമ്മത്തിനും ആദരിച്ചു കൊണ്ട് നൽകിയിട്ടുള്ള ഇൻആമാണ്, സമ്മാനമാണ്, ഗിഫ്റ്റാണ് ഈ ലൈലത്തുൽ ഖദർ എന്നുള്ളത്. അതിന്റെ വിജയികളാവാൻ വേണ്ടിയിട്ട് നമ്മൾ നിരന്തരം പരിശ്രമിക്കണം. നമ്മൾ റമളാൻ മാസമായി കഴിഞ്ഞാൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ദുആ ആണ്, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീന ബിലൈലത്തുൽ ഖദർ, അല്ലാഹുമ്മ ജഅൽനാ മിനൽ ഫായിസീന ബിലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദറിന്റെ വിജയികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ എന്നുള്ള ആ ദുആയിലൂടെ നമുക്ക് കൂടുതൽ ലൈലത്തുൽ ഖദറിൽ വിജയികളാവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. രണ്ടാമത്തെ ആയത്തായിട്ട് വരുന്നത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്ന ഒരായത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചോദ്യങ്ങൾ ഖുർആനിൽ ഉടനീളം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അതായത് ഉദാഹരണത്തിന് അൽ ഖാരിയ മൽ ഖാരിയ, ഖാരിയ എന്താണ്? അതായത് ഖുർആനില് ഖിയാമത്ത് നാളിന്റെ ഭയാനകത വിശദീകരിക്കുന്ന സമയത്ത് ഇത്തരം ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിന്റെ സൂചന, അതായത് പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഗൗരവം അത് നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് അൽ ഖാരിയ മൽ ഖാരിയ, ശേഷം പറയാൻ പോകുന്നത് ഖിയാമത്ത് നാളിന്റെ ഭയാനകതയെ പറ്റിയിട്ടാണ്. അതിന്റെ ഗൗരവം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മൽ ഖാരിയ എന്ന ചോദ്യം ചോദിക്കുന്നത്. അതുപോലെ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നുള്ള ഈ ചോദ്യം, അത് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം, അതിന്റെ ശ്രേഷ്ഠത നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. ശേഷം മൂന്നാമത്തെ ആയത്ത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. നമുക്കറിയാം ഒരുപാട് ഹദീസുകൾ ഈ വിഷയം സംബന്ധിയായിട്ട് വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൽ ഈമാനോട് കൂടി വിശ്വാസത്തോട് കൂടി കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഇബാദത്ത് എടുത്താൽ, ഖിയാമുൽ ലൈൽ നടത്തിയാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയേറിയിട്ടുള്ള ഒരു രാവ് തന്നെയാണ്. ലൈലത്തുൽ ഖദർ ഏത് ദിവസത്തിലാണ് എന്ന് നമുക്ക് പണ്ഡിതന്മാർ അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടില്ല. അതിനുള്ള കാരണമായിട്ട് പണ്ഡിതന്മാർ എണ്ണുന്നത്, ലൈലത്തുൽ ഖദർ ഏത് ദിവസത്തിലാണ് എന്ന് പറഞ്ഞാൽ ആ ദിവസം മാത്രം നമ്മൾ ഇബാദത്ത് എടുത്തുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇബാദത്തൊന്നും എടുക്കാതെ ഉറങ്ങാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ മടിച്ചിരിക്കാതെ എല്ലാ ദിവസത്തിലും ഇബാദത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ കേണപേക്ഷിച്ച് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് ദിവസത്തിലാണ് ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞു തരാത്തത് എന്ന് അതിനുള്ള ഹിക്മത്ത് ആയിട്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നാലാമത്തെ ആയത്ത് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, അന്നേ ദിവസം മലായികത്തും റൂഹ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതല്ല ജമാഅത്തു മിനൽ മലായിക, മലായികത്തിലെ ഒരു കൂട്ടമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. അപ്പോൾ അന്നേ ദിവസം ലൈലത്തുൽ ഖദറിന്റെ ദിവസം മലായികത്തും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഇറങ്ങി വരും. ബിഇദ്നി റബ്ബിഹിം, അള്ളാഹുവിന്റെ അവരുടെ റബ്ബിന്റെ സമ്മതത്തോടു കൂടി, മിൻ കുല്ലി അംർ, എല്ലാ ഖൈറും ബറക്കത്തുമായിട്ട് അന്നേ ദിവസം ഇറങ്ങി വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ബിഇദ്നി റബ്ബിഹിം എന്നുള്ള ആ രണ്ട് വാക്കാണ്. അതായത് നിരന്തരം ഈ മലായിക്കത്തുകള് മനുഷ്യന്മാരുടെ ഇബാദത്ത് കാണാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അനീനുൽ മുദ്നിബീൻ അഹബ്ബു ഇലയ്യ മിൻ സജ്ലിൽ മുസബ്ബിഹീൻ, തസ്ബീഹ് ചൊല്ലുന്നവരുടെ തസ്ബീഹിനേക്കാളും എനിക്ക് തെറ്റുകാരുടെ
തേങ്ങിക്കരച്ചിലാണ്, അവരുടെ തോബിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തെറ്റുകാരുടെ തോബ, അവരുടെ തേങ്ങിക്കരച്ചിൽ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് മലായിക്കത്ത് നിരന്തരമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കും, അള്ളാഹുവെ, ഞങ്ങളുടെ തസ്ബീഹിനേക്കാളും നിനക്കിഷ്ടം കൂടുതൽ തെറ്റുകാരുടെ, ഭൂമിയിലുള്ള മനുഷ്യന്മാരുടെ, തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാരുടെ തേങ്ങിക്കരച്ചിൽ, അവരുടെ തോബയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അതിന് സാക്ഷിയാകാനുള്ള അവസരം നീ ഒരുക്കി തരണമെന്ന് നിരന്തരമായിട്ട് മലായിക്കത്ത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവസാനം ലൈലത്തുൽ ഖദറിന് അന്ന് മലായിക്കത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി കൊടുക്കും. എല്ലാ മലായിക്കത്തിനും, പൂർണ്ണമായിട്ട് എല്ലാ മലായിക്കത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം അനുമതി കൊടുക്കും. അന്നേ ദിവസം അവരെല്ലാവരും ഇറങ്ങി വരും. എന്നിട്ട് ഇതിനൊക്കെ സാക്ഷികളാവും. അതായത് തൗബ ചെയ്യുന്ന, നമുക്ക് അവസാന രാവായാൽ നമ്മൾ കൂടുതൽ തൗബയിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവും. അപ്പൊ തൗബയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആവുമ്പോൾ ഈ മലായിക്കത്തൊക്കെ കൂടുതൽ അത് കാണാൻ വേണ്ടിയിട്ട്, സാക്ഷികളാവാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരും എന്നാണ് ഈ ഒരു ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. 5-ാമത്തെ ആയത്ത്, സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അവർ സൂര്യോദയം വരെ ശാന്തിയും സമാധാനവും ഇവിടെ തളം കെട്ടി നിൽക്കും. അതായത് നമുക്കറിയാം, മലായിക്കത്തൊക്കെ, എല്ലാ മലായിക്കത്തും പൂർണ്ണമായിട്ട് അന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിൽ മലായിക്കത്തിനാൽ നിബിഡമായിരിക്കും, പൂർണ്ണമായിട്ട് മലായിക്കത്തായിരിക്കും. ഒരു കാല് വെക്കാൻ ഗ്യാപ്പില്ലാത്ത, ഒരു സ്ഥലം ബാക്കിയില്ലാതെ മുഴുവൻ സ്ഥലങ്ങളും മലായിക്കത്തായിരിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ അന്നേ ദിവസം ഖബർ സിയാറത്ത്, നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള ഉപ്പമാര്, ഉമ്മമാര്, അവരുടെയൊക്കെ ഖബർ സിയാറത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കാനുള്ള കാരണം, അന്നേ ദിവസം നമ്മൾ ഖബർ സിയാറത്ത് ചെയ്താൽ അന്നേ ദിവസം ഈ മലായിക്കത്തിന്റെ ആമീന്, അവരുടെ ദുആ കൂടി അന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഖബർ സിയാറത്ത് വർദ്ധിപ്പിക്കണം എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ ഖുർആനിനെ മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖുർആന്റെ മവായിദൊക്കെ കൂടുതൽ സ്വായത്തമാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.